നമ്മളെല്ലാവരും വയറ് നിറച്ച് ആഹാരം കഴിക്കുന്നവരല്ലേ. അതായത് വയറ് നിറച്ച് നമ്മൾ ഫുൾ ആവുന്ന വരെ വയറ് നിറയ്ക്കാറുണ്ട്. എങ്ങനെ കഴിക്കാവും? ശരിക്കും എന്തൊക്കെ പ്രശ്നങ്ങളാണ് അങ്ങനെ ഉണ്ടാവുന്നത് എന്നുള്ള പറയാം. നമ്മൾ വിചാരിക്കുന്നത് ഇത് മൊത്തം നമ്മുടെ വയറാണ്, പക്ഷെ ഇത് വയറല്ല. ഇവിടെ വയറെന്ന് പറയുമ്പോൾ നമ്മൾ ആഹാരം കഴിക്കുന്ന പോകുന്ന സ്റ്റൊമക്ക് എന്നുള്ള ഒരു പാർട്ടാണ്. സ്റ്റൊമക്ക് ഇത്രയേ ഉള്ളൂ, വളരെ ചെറുതാണ്. അത് നമ്മൾ കഴിക്കുന്നതനുസരിച്ച് എക്സ്പാൻഡ് ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി ബാക്കി അവിടെ എന്തൊക്കെ ഉണ്ട്? ചെറുകുടലുണ്ട്, വൻകുടലുണ്ട്, പാങ്ക്രിയാസ് ഉണ്ട്, ലിവർ ഉണ്ട്, കിഡ്നി ഉണ്ട്, ഇങ്ങനെ പല സാധനങ്ങളാണ് ഇവർ മൊത്തം. പക്ഷെ നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ എന്ത് ചെയ്യും? നിറച്ച് കഴിക്കും. കാരണം ഇത്രയും വയറുണ്ടല്ലോ. വന്ന് വിചാരിക്കും നമ്മൾ ഇത്രയും വയറ് ഇവിടെ വരെ ഞാൻ ആഹാരം കഴിച്ചു എന്ന് മിക്ക ആളുകളും പറയും. ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് വേറൊരു പ്രോബ്ലം ഉണ്ടാവും. അതായത് നമ്മുടെ ഹാർട്ടിന് സ്ട്രെയിൻ ഉണ്ടാവും. അതെന്താ ഇങ്ങനെ ഉണ്ടാവുന്ന അറിയും? അതായത് ഹാർട്ടിന് സ്ട്രെയിൻ ഉണ്ടാവും. നമ്മൾ ഇത്രയധികം ഫുഡ് കഴിക്കുമ്പോൾ അത് ദഹിപ്പിക്കാനായിട്ട് കൂടുതൽ ബ്ലഡ് ആ ഏരിയയിലോട്ട് പോകണം. ഇപ്പൊ ധാരാളം ഏകദേശം 1 മുതൽ 1.5 ലിറ്റർ ബ്ലഡ് ആണ് ഇത് ദഹിപ്പിക്കാനായിട്ട് ആ ഏരിയയിലോട്ട് പോകുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? നമ്മുടെ ഹൃദയത്തിലുള്ള ബ്ലഡ് കുറയും. അപ്പൊ ഹൃദയം കൂടുതൽ പ്രവർത്തിക്കേണ്ട ഒരു അവസ്ഥ വരും. ഹൃദയം കൂടുതൽ ശക്തിയിൽ മിടിക്കേണ്ടതായിട്ട് വരും, കൂടുതൽ സ്പീഡിൽ ഇടിക്കണം. എന്നാൽ മാത്രമേ ബ്ലഡ് ഇല്ലാത്തതുകൊണ്ട് എല്ലാ സ്ഥലത്തിലോട്ടും എന്തെത്തിക്കണം? ഓക്സിജൻ എത്തിക്കണോണ്ട് ഹൃദയം എന്ത് ചെയ്യും? കൂടുതൽ സ്ട്രെയിൻ ചെയ്യും. അപ്പം അതാണ് നമ്മൾ ആഹാരം കഴിച്ച് കഴിയുമ്പോൾ നമ്മളൊന്ന് എന്ത് സംഭവിക്കുന്നത്? വളരെ ടയർഡ് ആവുന്നു. ഒത്തിരി ഇപ്പോൾ ഒരു വലിയൊരു സദ്യയൊക്കെ കഴിച്ച് നമ്മുടെ ക്ഷീണം കുറയും. കാരണം ബ്രെയിൻ കോമയിലോട്ട് പോകും. ബ്രെയിനിലോട്ടുള്ള രക്തോട്ടം കുറയും, ഹൃദയത്തിന്റെ രക്തോട്ടം കുറയുമ്പോൾ ഹൃദയം പക്ക് ചെയ്തേ പറ്റൂ. അപ്പൊ ഹൃദയം ശക്തിയായിട്ട് പമ്പ് ചെയ്യും, ഹൃദയം ഒരു പ്രോബ്ലത്തിലോട്ട് പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും മൊത്തമായ ആഹാരം കഴിക്കാനായിട്ട് നോക്കുക. ചെറുതായിട്ട് ആഹാരം കഴിക്കാൻ ആവശ്യമുള്ളൂ. നമുക്ക് ചെറിയ രീതിയിലുള്ള മൾട്ടിപ്പിൾ ടൈംസ് കഴിച്ചാലും കുഴപ്പമില്ല. പക്ഷെ ഒറ്റ